ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഓക്കെ, അപ്പം ഇന്ന് മുതൽ നമ്മളൊരു സീരീസ് അങ്ങോട്ട് ആരംഭിക്കുകയാണ്. കല്യാണ സീരീസ്. അതായത് ഇവിടുത്തെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറായ യാസീൻ്റെ കല്യാണമാണ്. എൻ്റെ തന്നെ കല്യാണം. ഉപ്പച്ചി രണ്ടാമത് കിട്ടുന്നില്ല അല്ലേ? അപ്പം കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ ചില്ലറന്നല്ല. മൈക്ക് കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞാലേ ചില്ലറന്നല്ല. എപ്പൊ തുടങ്ങിയെന്നറിയോ? എപ്പോൾ തുടങ്ങി? 2 മാസം മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇനി തീരണമെങ്കിൽ August 5 വരെ വർക്ക് തന്നെയാണ്. ഓരോ വർക്കുകളും. കല്യാണ ഡേറ്റ് നമ്മൾ പറഞ്ഞിട്ടില്ല. അത് പറയില്ല, ഞാൻ ഡേറ്റ് പറഞ്ഞിട്ടില്ല. August 5 വരെ പറഞ്ഞു. അപ്പോൾ ഗൈസ്, പിന്നെ ഇനി എൻ്റെ കല്യാണത്തിന് ഏകദേശം 1.5-1.25 മാസം കൂടിയുള്ളൂ കല്യാണം. ഏകദേശം ഒരു 19-60 ദിവസമേ ഉള്ളൂ എൻ്റെ കല്യാണത്തിന്. അപ്പം കല്യാണത്തിൻ്റെ പരിപാടികൾ തുടങ്ങുകയാണ്. അപ്പം ഞാൻ ഇന്നിപ്പോൾ രാവിലെ മാൽദീവ്സ് പോയിട്ട് വന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പത്തിനും വീഡിയോ തുടങ്ങി. അപ്പം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പരിപാടി വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ കല്യാണ സീരീസ് ആയിട്ട് ഡെയിലി കാണാൻ വേണ്ടി പറ്റും. ആദ്യത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട് മൊത്തം, ഇതാണ് നമ്മളെ പുര. ഈ പുര മൊത്തം പെയിൻ്റ് അടിക്കാൻ വേണ്ടി പോവാണ്. പെയിന്റൊക്കെ ഇന്നലെ വാങ്ങി വന്നിട്ട് പെയിന്റ് ഒരു ലോറിയിലുള്ള സാധനം കാറിലാവട്ടെന്ന് അറിയോ? അത്രയുണ്ട്. ഞാൻ വിചാരിച്ചു കയറില്ല വിചാരിച്ചു. എന്താ സത്യം, ഭാഗ്യത്തിന് കയറി കിട്ടിയ. പെരും മഴയാണ്. അല്ല, ഈ വീട് ഇപ്പൊ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? അത് 3500 മേലുണ്ട്. 3500 മേലെ അതല്ലേ? അത് ടാക്സ് കൂടിയില്ലേ? അപ്പൊ നിങ്ങൾ ലക്ഷറി ടാക്സ് അടിക്കണല്ലോ. അടക്കണ്ടല്ലോ. എല്ലാം അടക്കുന്നുണ്ട്. ഇനി അടുത്ത കൊല്ലം തൊട്ട് ഈ അടക്കണ്ടേ? കല്യാണം കഴിഞ്ഞാൽ എന്തിനാ ബാധ്യത കൊടുക്കണ്ടേ നമ്മള്? അതിനല്ലേ ഒരു പെണ്ണ് വരുന്നത്. അതൊരു ബാധ്യത അല്ലേ? ശരി, ബാധ്യത ഒന്നല്ല പെണ്ണ് വരുന്നത്. ഓക്കെ, അപ്പം നമ്മള് എവിടൊക്കെ പെയിന്റ് അടിക്കുന്നുണ്ട്? മൊത്തത്തിൽ അടിക്കുന്നുണ്ട്. എല്ലാം പെയിന്റ് അടിക്കണം, ഷീറ്റ് മാറ്റണം, ഓട് വരെ അടിക്കുന്നുണ്ട്. അതായത് ഈ മേലത്തെ ഷീറ്റ് മാറ്റും, പിന്നെ ഓട് പെയിന്റ് അടിക്കും. പിന്നെ എന്തൊക്കെയാ ചെയ്യണേ? പിന്നെ ഇവിടെ ഷീറ്റ് ഉണ്ടോ? എവിടെ? ഈ ഫ്രണ്ടിൽ ഷീറ്റ് ഉണ്ടെന്നാ? ഷീറ്റ് ഇട്ടില്ലെങ്കിൽ അറിയോ, ഒരു ചെരുപ്പ് വെക്കാനോ സിറ്റ് ഔട്ടിലേക്ക് ഫുള്ള് വെള്ളാണ്ട് കയറുക. ഇന്നലെ ഞങ്ങള് പുറത്തു പോയി വെള്ളം പോയില്ലേ? തിരിച്ചു പോയി ഇന്നലല്ലേ മെഞ്ഞാൻ നമ്മള് വന്നില്ലേ? കാറ്റടിച്ച്. അത് നിങ്ങൾക്ക് ഈ വീട് ഉണ്ടാക്കുമ്പോ അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം? അതെല്ലാം വീട് ഉണ്ടാക്കിയാലും ഞങ്ങൾ ഭാവിയിലടെ പോയി. അപ്പൊ അവിടെ ഉണ്ട് ഒരു ഷീറ്റ് ഇട്ടുള്ള അടിച്ചു വെച്ചിട്ടുണ്ട്. അത് ഏത് വീട്ടിലും. അതായത് ഇവര് പറയണെന്ന് വെച്ച് കഴിഞ്ഞാല്, മഴ പെയ്യുമ്പോണ്ടല്ലോ, കാറ്റിങ്ങനെ അടിക്കും. അപ്പം വെള്ളം വന്നിട്ട് ഇവിടെ വന്നിട്ട് വെക്കും. അപ്പോൾ ഒരു പറയണത് ഇങ്ങോട്ടേക്ക് ഒരു ഷീറ്റ് ഇടണം. അത് അത് ബോറാവൂലേ? ഒരു ബോറുമില്ല. ബോറായിക്കോട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. ബോറായിക്കോട്ടെ, എന്നാൽ നമുക്ക് ഒരു വൃത്തി ഉണ്ടാവുമല്ലോ. പിന്നെ തുടക്കാൻ മതി. ഒന്നാമത് തുടക്കാൻ മടിയല്ല. 7 കൊല്ലമായി തുടക്കുന്നത്, അത് വേറെ വിഷയം. മഴക്കാലത്താണ് കല്യാണം. ഒരാള് വന്ന് ചെരുപ്പ് അയച്ചേക്കാൻ അവിടെ പറ്റൂല. നനയും മേലെ കയറിക്കണ്ടിരുന്നു. ഞങ്ങൾക്ക് വേണം ബൈക്കും വെക്കാം. ഇവിടം വരെ ഇടുമല്ലോ. വേണ്ട, നിങ്ങൾക്ക് ഒരു പ്രശ്നം തീർത്തരാ. ആൾക്കാർക്ക് ചെരുപ്പ് അയച്ചു വെക്കാനല്ലേ ഒരു ഷീറ്റ് ഇട്ടരാ. ഇത് ഒരു ഷീറ്റ് ഉണ്ടെങ്കിൽ ഒരു 19,000 റുപ്യ ആവൂലേ? ചെരുപ്പ് മാത്രല്ല, ഒരു പിന്നെ ഇപ്പൊ 10 മിനിറ്റ് കാറ്റുള്ള ഇരിക്കോ, അന്നേരമാണ് മഴ പെയ്യുന്നത്. ഇറങ്ങി ഓടേണ്ടി വരും ഉള്ളോട്ട്. അതല്ല, ഞാൻ മഴ പെയ്താലില്ലേ ഈ സ്റ്റെപ്പ് ഇവിടം വരെ വെള്ളം എന്നും. അത് കാറ്റടിക്കണമെന്നില്ല, ഈ വെള്ളം ഇങ്ങനെ ആവും. എന്നോട് ഞങ്ങള് ഷീറ്റിട്ടാൻ പറഞ്ഞു. ഞങ്ങളല്ലേ ഇടുന്നത്. ഓ, നിങ്ങളെ പൈസ ഒക്കെ ഇടുന്നത്? ഓക്കെ. അപ്പൊ അത് ഒരു കൺഫ്യൂഷൻ തീർന്നിരിക്കുകയാണ് എന്റെ വീഡിയോയിൽ. പിന്നെ അങ്ങനെല്ലാം പറയണ്ടേ? ഇനി നമ്മള് വീട് കാണിച്ചു കൊടുക്കും. എവിടൊക്കെയാണ് പെയിന്റ് അടിക്കണേ, എന്തൊക്കെയാണ് പെയിന്റ് വാങ്ങി, എത്ര റുപ്യ പെയിന്റിന്? പെയിന്റിന് ഉപ്പച്ചേണ്ടി വെച്ചോക്കെ എത്ര പൈസയായി? പറയൂ. അതെ, ഇപ്പച്ചി മൈക്ക് പിടിച്ചു. ഇപ്പൊ വാങ്ങിക്കൊടുത്തിട്ടുള്ളൂ, കുറച്ച് വാങ്ങിക്കൊടുത്തിട്ടുള്ളൂ. 60 റുപ്യായി. 60,000 റുപ്യ. 60 റുപ്യായി. ഓ, ഇനി ബാക്കിയുള്ളത് വാങ്ങാണ്ട്. ഇനി ഒരു 10 ഏഷ്യന്റെ പെയിന്റ്. എത്ര ലിറ്റർ എടുത്ത്? അത് അതൊക്കെ 20 ലിറ്ററിന്റെ 1, 2, 3, 4, 5, 6, 7. പിന്നെ വേറെ ചെറുത് വേറെ ഉണ്ട്. ഇതെന്താ കസേരൊക്കെ അടിക്കണ? ഇത് ഓരോ സാധനങ്ങളാണ്. അത് ബോക്സിലിട്ട് വന്നതാ. ഓരോ ടൂൾസുകളെ, ബ്രഷ്, മറ്റേത് ഇതൊക്കെ, വരച്ച് പേപ്പർ, അതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഏഷ്യൻ പെയിന്റ്സ്. ഇതിങ്ങനെ ഇതാക്കുന്നത്. അത് ഓരോ സാധനം പോളിഷ് ആവുന്നത്. ടിമ്പർ കോട്ട്. ഇത് മരത്തിനടിക്കാനുള്ള. ഓക്കെ, ഇതാണ് നമ്മളെ. ഇത്ര പോരാ?
പോരാന്ന് വെച്ചാൽ ഇപ്പൊ കുറച്ച് വാങ്ങി, ഇനി കുറച്ച് വാങ്ങാണ്ട്. ഓ ഇങ്ങനെ ആയ പോരാ. അതല്ലേ ഇത് പുറ്റിയാല് ഓർക്ക് തന്നെ പണി. മൈക്ക് ഇത് ഉറ്റിയാല് ഓർക്ക് തന്നെ പണി. അല്ല അത് ക്ലീൻ ചെയ്യണ്ടേ? ഓ അതായത് ഇല്ലേലും ഓരോ വൃത്തിയാക്കണം. ഇതിപ്പോ നമുക്ക് നഷ്ടാ. പ്ലാസ്റ്റിക് നമ്മൾ വാങ്ങി കൊടുക്കണ്ടേ? എത്ര രൂപയായി പ്ലാസ്റ്റിക്കിന്? പ്ലാസ്റ്റിക്കിന് ഇത് 5-8 കിലോ പ്ലാസ്റ്റിക് വാങ്ങി. എത്ര രൂപയായി? അത് 400 രൂപ വാങ്ങി. 400. അത് കുഴപ്പമില്ല. അപ്പൊ ഇനി ഇതിപ്പോ പെയിന്റ് അടി തീരുന്ന കാലം വരെ ഇത് ഇങ്ങനെ ഉണ്ടാവും? ഇത് ഇന്ന് തീരും. ഓക്കെ. ഇല്ല ഇത് ഇന്ന് നിങ്ങൾ പറിക്കില്ലല്ലോ. പണി ഒരു 10-15 ദിവസം അത് ഇങ്ങനെ തന്നെ ഉണ്ടാവും. 10-15 ദിവസം ഉണ്ടാവും. ഇല്ല മൊത്തം കഴിഞ്ഞിട്ട് എടുക്കുക. അത് ഇവിടെ ഉണ്ടായിട്ട് ആർക്കും ഒരു കുഴപ്പമില്ല. ഇവിടുത്തെ ഉറ്റിനതിന് വേണ്ടിട്ടാണ്. അതന്നെ എടുക്കും. മേലെ കയറണ്ടേ വാഷിംഗ് മെഷീനൊക്കെ ഇങ്ങോട്ട് ഇറക്കിയിട്ട് ചെയ്യാം നമുക്ക്. അതാ വാഷിംഗ് മെഷീൻ എന്താ? വാഷിംഗ് മെഷീൻ ഇതാക്കി ഉണ്ടാക്കാം. ഇതും അതണ്ട ഒരു കറക്റ്റ് സെറ്റ് ആക്കിണ്ട്. അതിലൂടെ നടക്കാൻ ഇപ്പൊ നല്ല സുഖമാണ്. വാഷിംഗ് മെഷീൻ ഇറക്കണം, ഇസ്തിരി ഇടുന്ന ടേബിൾ ഇറക്കണം, താഴേക്ക് അതിന് മുകളിൽ വേണ്ട. അതൊക്കെ ഇറക്കാം. ഇത് കൊള്ളാം. ആദ്യം ഇപ്പൊ അക്കുവിന്റെ റൂമല്ലേ പെയിന്റ് അടിക്കണേ? അക്കുവിന്റെ റൂം. എന്റെ റൂമിൽ എന്താ ചെയ്യാണ്ട്? എന്റെ റൂമിൽ വരി നടക്കി ഇപ്പൊ ചെന്നാ മതിയോ? ആരെങ്കിലും അത് നടന്ന വിൽക്കൊന്നുമില്ലമ്മ. അങ്ങനെ വിട്ടല്ലേ? ഒരു ഒന്ന് കാലം ഒന്നിക്ക്. വീണേന് പേടിയാണ്. വീണല്ലമ്മ അത് കീറി ഇപ്പൊ പറിച്ചേനെ. ഇതിലൊന്നും പെയിന്റ്. ഇത് ഇവിടെ ഗ്ലാസ് ആണ്. അപ്പൊ ഗ്ലാസ് പെയിന്റ്. ഓക്കെ ഇതാണ് ഇപ്പൊ കൊണ്ടുവന്ന ടാർപ്പായി. ഇതാണ് പെയിന്റിന്റെ സ്മെല്ലടിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇതാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് പെയിന്റ് അടിക്കുന്ന റൂം. അടി തുടങ്ങിയില്ലേ? അക്കുവിന്റെ ഓരോ കലാവിരുതുണ്ട് വെറുപ്പിക്കല്. അപ്പം അതൊക്കെ ഇപ്പം മാറ്റിപ്പോ. ഓക്കെ അപ്പൊ ഇത് പറഞ്ഞിട്ടുമ്മ എങ്ങനെ അടിക്കണേന്ന്. ഇത് ഇവിടെ ഓൾറെഡി അടിച്ചതാണ്. അപ്പൊ ഇവിടെ വേറൊരു കളർ അടിക്കും. വേറൊരു ബ്ലൂവാ? ഓനേതോ ഒരു കളർ അയച്ചാലേ ഇറങ്ങിക്കോട്ടോ. ബാക്കിയൊക്കെ വൈറ്റ്. ഇവിടെ വൈറ്റാ. ഞാൻ എന്റെ റൂമില് എന്റെ റൂം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഫുള്ള് ഇന്റീരിയർ വർക്ക് ചെയ്യണം. അതേപോലെ ജിപ്സം ഇങ്ങനെ ജിപ്സം അല്ലേ അതിന് പറയാ, അത് ചെയ്യണം. അപ്പൊ നമ്മൾ അതിന് പറ്റിയ ഒരു ആളെ നോക്കുന്നുണ്ട്. അപ്പൊ കുറെ പേര് എനിക്ക് മെസ്സേജ് അയച്ചു. പക്ഷെ എനിക്കൊരു പ്രോപ്പർ ആയിട്ട് അവിടെ സെറ്റ് ആയിട്ടില്ല. ഇല്ല നമുക്ക് പിന്നെ ഇത് കുറെ ആൾക്കാർ പ്രൊമോഷന്റെ കാര്യം പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഈ പ്രൊമോഷന്റെ മെസ്സേജ് അയച്ചവര് എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ ഇത്ര പൈസക്ക് ചെയ്യാം, അങ്ങനെ ചെയ്യാം പ്രൊമോഷൻ വൈസ്. പക്ഷെ അത് എനിക്ക് ഞാൻ ബോധിച്ചില്ല. അപ്പൊ ഈ റൂം നമ്മൾ ലാസ്റ്റ് പെയിന്റ് അടിക്കാന്നാണ് വിചാരിച്ചിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാണ് കല്യാണ ചെക്കന്റെ റൂം കേട്ടോ. ഓക്കെ സാർ, അതായത് എന്റെ റൂം ഇത് ലാസ്റ്റ് അടിക്കുന്ന ഇത് ലാസ്റ്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ വർക്ക് എടുക്കുമ്പോ ഇപ്പൊ ഇവിടെ പെയിന്റ് അടിച്ച് പോയി, വർക്ക് എടുക്കുമ്പോ വീണ്ടും പൊടിയാവുമല്ലോ. അപ്പം അതൊക്കെ ചെയ്യണം. പിന്നെ പുതിയ കട്ടില് വരണം, പുതിയ അലമാറ വരണം. പിന്നെ എന്താ പുതിയ വരുന്നേ? പുതിയ കർട്ടൻ വരണം. പിന്നെ വേറെന്താ കർട്ടനും ഒക്കെ കാര്യങ്ങള് ജിത്തു വരാന്ന് പറഞ്ഞു. ചിലപ്പോ ജിത്തു വരും. ബെഡ് ജിത്തുവിന്റെ കടയിൽ നിന്ന് എടുക്കാം. അങ്ങനെയൊക്കെ എടുക്കാം. പിന്നെ ഇത് വരണം, ഡ്രസ്സിങ് ടേബിള്, പിന്നെ ഗ്ലാസ്, അങ്ങനത്തെ കുറച്ച്. പിന്നെ ഒരു ലുക്കുള്ള ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ്. അപ്പോൾ അതാ പെയിന്റ് അടി ഇപ്പം തുടങ്ങും. ഇവിടെ ഇത് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പെയിന്റ് അടി എടുക്കും. ഓരോ സാധനം റൂമിൽ നിന്ന് എടുത്തിട്ട് പുറത്തിട്ടിക്കണം. ഇത് എത്ര ദിവസം എടുക്കുമ്പോ? ഇവര് വലിയ പെരുന്നാളിനെ തീർക്കാന്നാ പറഞ്ഞേ. വലിയ പെരുന്നാൾ ഇന്ന് മെയ് 22 അല്ലേ? അപ്പൊ ഏകദേശം 15 ദിവസം. ജൂലൈ 16 പെരുന്നാള്. ജൂലൈ 16 എന്ന് പറഞ്ഞാല് ജൂലൈ അല്ല, ജൂൺ. ഒരു മാസമായി. ജൂൺ 16. അതന്നെ ഒരു മാസമൊന്നും ഇല്ല. പിന്നെ പിന്നെ തീർക്കും. നമുക്ക് വേറെ തീർത്തന്നെ. എന്നിട്ട് കല്യാണം പറയാൻ തുടങ്ങാൻ. അതാ അതിന് കല്യാണം പറയണ പെയിന്റ് അടി തരണം. നമ്മക്കടം പോണെങ്കില്. ഓ അങ്ങനെ. അതാണ്. പിന്നെ ഡ്രസ് എടുക്കാൻ പോണ പരിപാടി ഇല്ലല്ലേ? ഡ്രസ് എടുക്കാൻ പോണം. ഡ്രസ് എടുക്കാൻ ഒരു 4 ദിവസത്തെ പരിപാടി ആയിരിക്കും.
ഇതാ പിന്നെ ഇതാ ഈ ഷീറ്റ് മാറ്റണ്ടേ? ഇവിടെ ഇനിയിപ്പം ഈ ഷീറ്റ് നമ്മൾ മാറ്റാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഇപ്പോൾ കട്ട് ചെയ്ത് കളയും. ഈ ഷീറ്റ് ഇതാണ്ടോ, ഇത് ഫുള്ള് ലീക്ക് അതുണ്ടോ. 7 കൊല്ലം അത്ര ആയുസുള്ളൂ. അല്ല നിങ്ങൾക്ക് ഇത് വെക്കുമ്പോ അറിയില്ലേ? അത് അന്ന് ഏറ്റവും നല്ല മോഡൽ ഇതേനു. 7 കൊല്ലം ഇനിയിപ്പോ എങ്ങനത്തെ മോഡലാ വെക്കണേ? ഇനി എങ്ങനത്തെ നല്ല രീതിയിൽ വെക്കണം, കണ്ടുപിടിക്കൊന്നും വേണ്ട. കണ്ടൊക്കെ ഈ കസേരയൊക്കെ ഒന്ന് മാറ്റണേ. ഇത് 7 അല്ല, ഇത് നമ്മള് പഴയ വീട്ടിലുണ്ടായിരുന്നപ്പം അവിടുന്ന് കൊണ്ടുവന്നാണ്. അന്നേ കാല് പൊട്ടിയിട്ടാ കൊണ്ടുവന്നത്. ഇവിടെ കൊണ്ടുവന്നിട്ട് 7 കൊല്ലായി. ഇവിടെ ഇപ്പൊ നമ്മള് താമസം തുടങ്ങിയിട്ട് 7 വർഷമായിട്ടോ. മഴ പെയ്തപ്പോ പച്ചപ്പ് കൂടിയില്ലേ മൊത്തത്തില് ഭയങ്കരമായിട്ട്. പിന്നെ ഇവർക്ക് ഇങ്ങനെ പെയിന്റ് അടിക്കണമെന്ന് പാപ്പാക്കും മോനിക്കും ഇല്ല കേട്ടോ. എന്റെ നിർബന്ധം കൊണ്ട് ചെയ്യിപ്പിക്കത്. ഇല്ലേ, എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഒരു പെയിന്റ് അടിന്റെ ഒരു കുറവുണ്ട്. ഇവിടൊക്കെ ഒന്ന് കുറവുണ്ട് എന്നല്ലാണ്ട് റൂമിലൊന്നും പെയിന്റ് അടിക്കണം എന്ന് എനിക്കറിയില്ല. പെയിന്റ് ഒക്കെ അടിച്ചാൽ ഒരു കല്യാണ വീടായിട്ട് ഒരു ഇത് തോന്നുള്ളൂ. 7 കൊല്ലായില്ലേ? 1.5 ലക്ഷം രൂപ ചെലവായോ? അത് നോക്കണ്ട, വീടെടുത്താ പിന്നെ അങ്ങനെയൊക്കെ ചെലവുണ്ടാവല്ലോ. കല്യാണം ആകുമ്പോ അങ്ങനെ എത്ര ചെലവുണ്ടാവും? അങ്ങനെ ആർഭാടം വേണ്ടല്ലോ. ഇത് ആർഭാടാ? പെയിന്റ് അടിയൊക്കെ ആർഭാടാ. ചോക്കത്തെ ഈ പെയിന്റ് അടിക്കല ആർഭാടാ അല്ലേ? ഒരു കല്യാണം 7 കൊല്ലായില്ലേ? 7 കൊല്ലായെങ്കിലും പോട്ടെ അല്ലേ? ഇനിയിപ്പോ എന്നാ അടിക്കുക? എന്റെ പേരക്കുട്ടിയുടെ കല്യാണത്തിന് ഏറ്റെടുത്തു. അക്കുന്റെ കല്യാണത്തിന് അടിച്ചാ പോരെ? അല്ല, വൃത്തിയേടൊന്നുമില്ല പെയിന്റ് അടിക്കും. പിന്നെ ഇവിടെ ബൾബൊക്കെ പിടിപ്പിക്കട്ടമ്മ. 1 2 3 4 അങ്ങനത്തെ എന്തെങ്കിലും കാക്ക വാങ്ങണം. ഏത് താഴെയുള്ള കാക്ക? ഈ കാക്ക വാങ്ങും. ഈ കാക്കക്ക് കല്യാണം നടത്തണം, മഹർ മേടിക്കണം, പിന്നെന്താ പൈസ കൊടുക്കണം. എല്ലാം ചെയ്യണ്ടേ കല്യാണ ചക്കന്? പെയിന്റ് ഒക്കെ ഒപ്പിച്ചില്ലേ? ഷീറ്റ് ഇടല്, പെയിന്റ് ഒക്കെ ഒപ്പിച്ച. അപ്പൊ അതോ വരുന്നുണ്ട്. അങ്ങനെ എന്തോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തോ കേട്ടപ്പോ ഓടി വരുന്നുണ്ട്. കാരണം മാക്സിമം ചെലവ് എന്റെ പേരിലേക്ക് ഇടാനുള്ള പരിപാടിയാണ്. പെയിന്റ് ഷീറ്റ് ഇടല്ലേ? ലൈറ്റ് ഒക്കെ ഞാൻ പറയും വാങ്ങാന്. നമുക്കല്ല അന്ന് പ്രൊമോഷൻ കിട്ടിയത്. അല്ല, നിങ്ങളൊരു കാര്യം ചെയ്യ്, വീട്ടുകാര്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി. ഞാനെന്താക്കാം, ഓഡിറ്റോറിയം, ഫുഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ. ഓക്കെ, എന്റെ ഫോൺ അടിയുന്നത്? എന്റെ ഫോണാണ്. ഓക്കെ, നമുക്കിത് പെയിന്റ് അടിച്ച് തുടങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ കാണിക്കാം. ഇത് രസമായിട്ടോ അല്ലേ? പെയിന്റ് ഒക്കെ അടിക്കാൻ തുടങ്ങിയാലോ പോലെ ഒരു കല്യാണം ഉണ്ടെന്ന് അറിയുള്ളൂ അല്ലേ? ശോകത്തെ ഇവർക്ക് മ്യൂസിക് വേണോ? പാട്ട് വേണോ? മാപ്പിളപ്പാട്ട് അല്ലേ? അല്ലെങ്കിൽ എന്തെന്നല്ലേ നിങ്ങൾക്ക് പാട്ട് വെക്കണം. പാട്ടെടുക്കേ ശരി. പാട്ടും കേട്ട് ഉറങ്ങുമോന്ന് അറിയൂല. അത് കൂലിയോ കരാറോ? കരാറ്. ഓക്കെ. ഇന്ന ടൈമിൽ നമുക്ക് തീർത്ത് തരണം. ശരിക്കും നമ്മക്ക് അത് ലാഭം. അത് ശരിയാണല്ലേ? ഈ പെണ്ണ കണക്ക് നഷ്ടം ചെയ്യുന്നുണ്ടോ? ഞാൻ ചെയ്തില്ലേ. എന്താ ഇപ്പൊ കല്യാണോ? എന്താ അത് ഭയങ്കര നഷ്ടമുള്ള കേസാ. ഒരു രക്തഹാരം അങ്ങോട്ട്, അവിടുന്ന് ഇങ്ങോട്ട്. വല്ല കമ്മ്യൂണിസ്റ്റ് ആയിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. പിന്നെ ഇതൊക്കെ എന്താ ഇതൊക്കെ ജീവിതത്തിലെ ഡ്രസ്സാണ്. ഇതൊക്കെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ പിസ്കത്രം കാണിക്കരുത്. ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഒരു 10-17 ലക്ഷം 20 ലക്ഷമാണ് എന്റെ ഒരു ബഡ്ജറ്റിൽ ഞാൻ കാണുന്നത് ചെലവ്. ആ പൈസക്ക് 20 ലക്ഷം വല്ല FDയോ മ്യൂച്വൽ ഫണ്ടിലോ ഇട്ട് കഴിഞ്ഞാല് 5 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാല് ഒരു BMW ബെൻസോ 20 ലക്ഷം ബാങ്കിലിട്ട് FD ഇങ്ങനെ പ്രതീക്ഷിക്കാതെ പിറ്റേ ദിവസം കാറ്റുപോയി. ആ പൈസ ആർക്ക് പറ്റും? 4 ജനങ്ങൾക്ക് ഒരു ഭക്ഷണം വാങ്ങി കൊടുത്താൽ അതിന് പ്രതിഫലം എന്നും ഉണ്ടാവും. ഓഹോ, എന്തൊക്കെ ഫുഡ് നന്നായ പ്രത്യേകത തന്നെയാണ്. ആഡംബര ഫുഡൊന്നും പാടില്ല. ഒരു ഐറ്റംസ് ചോറ്, ബാക്കിയുള്ളതിന് വേറെ എന്തെങ്കിലുമൊക്കെ. അല്ല, ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ രീതി തെറ്റിപ്പോയതാ. നല്ല വൃത്തിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടേ, അത് മാറിപ്പോയി. ഓക്കെ ഓക്കെ. ആൾക്കാരൊന്നും പറയും, ഉമ്മ പറയുന്നതൊക്കെ കട്ടിയാണ്. അതൊന്നും കട്ടിയുണ്ട്. നാട്ടുകാർക്ക് ഫുഡല്ല. എത്ര ആൾക്കാരെ വിളിച്ചിട്ട് അമേരിക്കയിലേക്ക് ഒരു കല്യാണത്തിന് വരിക 100 പേരാ.
അങ്ങനെ. പൃഥ്വിരാജ് എന്താ വിളിച്ചത്? പൃഥ്വിരാജ് ആകെ 50 ആളെ വിളിച്ചത്. അല്ല ഞാനിതൊക്കെ പറയെങ്കിലും ഓൻ പറഞ്ഞതാ അയ്യടാ പൃഥ്വിരാജ് ആകെ 50 ആള് അത് ഓന്റെ കല്യാണത്തിന് അത് കഴിഞ്ഞിട്ട് പിറ്റത്തെ ആഴ്ച റിസപ്ഷന് 10,000 കണക്കിന് ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട്. ഓൻ ഇന്റർവ്യൂവിൽ പറയുന്നിട്ടേനെ. പാവപ്പെട്ടവർക്ക് ഭക്ഷണം പോകണ അങ്ങനത്തെ പരിപാടി ഉണ്ട്. കല്യാണത്തിന് ചെലവ് കുറക്കുക, എന്നിട്ട് അവർക്ക് ഇതും ചെയ്യാം. അങ്ങനൊക്കെ ഞാൻ പറഞ്ഞേ. ഒക്കെ പാവപ്പെട്ടവർ തന്നെയാ. ഈ കല്യാണം ചുരുക്കിയിട്ട് ആ ദിവസം ഒരു 5 ആളെ എക്സ്ട്രാ കല്യാണം കഴിപ്പിക്കാം. അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്താലമ്മ അതിനാണ് ഈ പെയിന്റ് അടി ഇവിടെ നിർത്താം. പെയിന്റ് അടി തന്നെ കല്യാണം തന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ കല്യാണം കഴിഞ്ഞ 1 മാസം കഴിഞ്ഞ ഈ അങ്ങ് പോകും. എന്താ അത് വിചാരിച്ചിട്ട് നിങ്ങൾ ആരെ ഇറക്കി വിടും ഈ പോരേന്ന്? കല്യാണം കഴിഞ്ഞ 1 മാസം കഴിഞ്ഞ ഓനങ്ങ് പോകും. ഞാനും ഉപ്പച്ചി ഇവിടെ ജീവിക്കണ്ടേ, അതുകൊണ്ട് ഞങ്ങൾക്ക് പോരാ ഒന്ന് സെറ്റപ്പ് ആക്കണം. അങ്ങനെ പറയും. ഒരു വൃത്തിയില് ഇതിങ്ങനെ അങ്ങനെ പോയിക്കോളി. ഞാൻ ഇവിടെ ഒറ്റക്കൊന്നുകൂടും ആന്ന് വിഷയമില്ല. അപ്പൊ നമ്മള് ലൈറ്റിന്റെ കാര്യങ്ങൾ നോക്കുകയാണ്. ഈ ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, ഈ ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല, ആ ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം മൂപ്പര് വന്നിക്കണ ലൈറ്റിൻ്റെ നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ 1, 2 ഇവിടെ ലൈറ്റ് പിടിപ്പിക്കണം. അതുപോലെ തന്നെ അടുത്ത 2 ലൈറ്റ്. പിന്നെ കുറേ റൂമത്തെ ലൈറ്റ് വർക്ക് ചെയ്യണില്ല, അത് ശ്രദ്ധിക്കണം. പിന്നെ അടുക്കളയത്തെ ഈ ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പുറത്തൊരു ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ ഫുള്ള് ചട്ടപ്പെട്ടാന്ന് പറഞ്ഞാൽ നടക്കണ്ടേ. പെയിൻ്റ് അടി നടന്നു കൊടുക്കുക. ഞങ്ങൾക്ക് മേലെ പോയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ് കനത്ത മഴയായിരുന്നു ഇവിടെ. മഴയൊക്കെ പെയ്ത് ഇങ്ങനെ കുളിർന്ന് പണിക്കാരൊക്കെ പോയി. ഞാനന്ന് കിടന്നുറങ്ങി എണീച്ച് ഇന്നത്ര കനത്തല്ല, ഇന്നലെ ഒന്ന് കുളിച്ച്. ഇന്നലെ കനത്ത മഴ, ഇന്നത്ര കനത്ത മഴ ഇല്ല. ഞാൻ വന്നോണ്ടേക്കും നല്ല വരുന്നുണ്ടതാ വരും. അപ്പം പണിക്കാരൊക്കെ ജസ്റ്റ് ഇപ്പൊ പോയിട്ടേ ഉള്ളൂ. എവിടെ വരെ എത്തി എന്നൊക്കെ ഉമ്മ പറഞ്ഞു തരും. കുറഞ്ഞു എത്ര പെട്ടെന്ന് 2 കുപ്പി വമ്പടിയാണുള്ളവര് പറന്നടിക്കാനുള്ള കുപ്പിയല്ല, 2 ഡപ്പിയല്ല 2 ബക്കറ്റ്. പണി തുടങ്ങിയുള്ള അവസ്ഥ അറിയാലോ. ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇവിടെ. അപ്പം നമ്മൾ മേലെയാണ് ഇപ്പൊ വീടിന്റെ മേൽവശമാണ് പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടൊക്കെ ഇപ്പൊ പെയിന്റ് അടിച്ചതാണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിന്റെ ഇപ്പുറത്ത് പെയിന്റ് അടിച്ചിട്ടില്ല. ഇവിടുന്ന് ഇങ്ങോട്ട് പെയിന്റ് അടിച്ചിങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. വൃത്തിയായി എന്ന് വിചാരിക്കുന്നു. എല്ലാം ഡബിൾ കോട്ട് അടിച്ചോ അവിടെയൊക്കെ? ഇനി അടിക്കൂലല്ലോ? അപ്പൊ ഇവിടെയൊക്കെ ഡബിൾ കോട്ട് പെയിന്റ് അടിച്ചിട്ടുണ്ട്. ഇവിടൊക്കെ ഒരു എന്തൊക്കെയോ വിരിച്ചിട്ടൊക്കെ ആയിരുന്നു അടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം വൃത്തിയാക്കി സെറ്റപ്പ് ആക്കി പോയിട്ടുണ്ട്. ഇതല്ല എല്ലാം നല്ല വൃത്തിയിൽ സെറ്റപ്പ് ആക്കി. ഇപ്പം അനിയന്റെ റൂം തുടങ്ങിയോ? ഇതൊക്കെയാണ് നമുക്ക് ഇനി വൃത്തിയാക്കാനുള്ളത്. ബാത്റൂം മാത്രം ബാത്റൂം എന്താ ഒട്ടിച്ച് വെച്ചാണ്. അപ്പോൾ ഒരു സൈഡ് മാത്രമേ അടിച്ച് തുടങ്ങിയിട്ടുള്ളൂ. അല്ല, ഒരു കൂട്ട് അടിച്ച് തുടങ്ങി. ഒരു കൂട്ട് ഫുള്ള് അടിച്ച് ബാത്റൂം ഫുള്ളി ക്ലോസ്ഡ് ആക്കി. ഓക്കെ. പിന്നെ ഈ മൊത്തം അടിച്ചു. അത് മേലെയൊക്കെ ഇത് മൊത്തം അടിച്ചു. കഴിച്ച് വെളിച്ചത്തിന് കുറവുണ്ടാവും. സോറി, റിയലി സോറി. പൊതുവെ വെളിച്ചം കുറവാണ്. അമ്മ എന്തൊക്കെയോ ലൈറ്റ് ഇട്ട് നോക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇവിടുത്തെ ട്യൂബ് ലൈറ്റ് അടിച്ചു പോയോണ്ട് കാണിച്ചു തരാൻ വേണ്ടി പറ്റൂല. ഇത് കത്തില്ലല്ലോ. ഏത്? ഈ ലൈറ്റ്. അതൊക്കെ കത്തിക്കുമ്പോ അതൊക്കെ വിടുമ്പോ വലിയ വിഷയമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും 4 ബൾബില്ലേ? അപ്പം പെയിന്റ് പണി നടക്കട്ടെ. പിന്നെ അലമാര മുന്നിൽ കൊണ്ടിട്ടുണ്ട്. എവിടെ? മഴ ചെയ്താലും നനിയല്ലേ? ഇല്ലായിരിക്കും, മഴ പെയ്യൂല്ലോ എന്ന് വിചാരിക്കുന്നു. വൈഫൈ ഒക്കെ അത് ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ട്. എല്ലാം വൈഫൈ വർക്ക് ചെയ്യുന്നില്ല. ഇപ്പൊ എല്ലാം സെറ്റ്. ഈ വാതിൽ തുറക്കാത്ത? ഈ വാതിൽ തുറക്ക്. ഈ വാതിൽ തുറക്കണോ? ഞാൻ കൊറേ തുറന്നു നോക്കിട്ട് കാര്യമില്ല. ഇത് ലോക്കാണ് മേഡം. ആദ്യം ലോക്ക് ഓൺ ആക്കണം. ലോക്കും തുറന്നു. എനിക്ക് ആരോഗ്യമില്ലേ? എന്താ ഇവിടെ വെച്ചെന്നറിയാം. അലമാര എവിടെയാണ്? ഇവിടെ ബോർഡ് ഉണ്ട്. സെക്കൻഡ് കൊള്ളാം. മൊത്തത്തില് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഓരോ ദിവസം ഓരോ പരിപാടികൾ നടക്കുന്നതായിരിക്കും. ഇതൊക്കെ വിശദമായിട്ട്. അതുപോലെ തന്നെ ഗൈസ്
ഈ എൻ്റെ കല്യാണ സീരീസിന് ഒരു പേര് നിങ്ങൾ ഇട്ടുതരണം, ഒരു കിടിലൻ പേര്. എന്താ പറയാ, കല്യാണ വൈഭവം, കല്യാണ സീരീസ്, എന്താ ഒരു പേരിടുക നമ്മൾ കല്യാണ സീരീസിന് ഒരു പേര്? അത് മനസ്സിലായില്ല, ഇത് ചിലർക്ക് മനസ്സിലാവും. ഇപ്പൊ ഞാനൊരു യാത്ര പോവാണെങ്കിൽ ആ യാത്രക്ക് ഒരു പേരിടുമല്ലോ, ആഫ്രിക്കൻ ട്രിപ്പ്. അതുപോലെ കല്യാണ ട്രിപ്പ്, കല്യാണം. ഈ റൂം ഇന്റത് അത് ചെയ്താലേ പെയിന്റ് അടിക്കുള്ളൂ കേട്ടോ. ഇന്റെ റൂം ഇപ്പൊ പിന്നെ ഇതാ ഇപ്പൊ എല്ലാ വേസ്റ്റും കൊണ്ടിടുന്ന സ്ഥലമായി മാറിയിരിക്കണം എന്റെ റൂം. ഇതിനിപ്പോ ഇതിന്റെ പണി നടക്കണം. ഇതൊരു കല്യാണ ചെക്കന്റെ വീടാണുള്ള റൂമാണല്ലോ, അപ്പൊ അതിനനുസരിച്ച് സ്പെഷ്യലൈസ് ചെയ്യണം. അതാ ഫാന്റെ സ്വിച്ചിലൊക്കെയാണ് ഇവിടെ ലൈറ്റ്. ഇവിടുത്തെ വയറിംഗ് പണ്ടത്തെ വയറിംഗുകാരന്റെ പ്രത്യേകതയൊക്കെയാണ്. ഡീജെ ലൈറ്റ് ആണ് ഉദ്ദേശിച്ചത്. ഫാനിന്റെ സ്വിച്ചിലാണ് താഴെ ഒരു കൊടുത്തത് ഓട്ടന്മാര്. നോക്കണ്ട. അപ്പം ഇതൊക്കെയാണ് കാര്യമായിട്ടുള്ളത്. ക്ലിയർ ആക്കില്ല, വൃത്തിയാക്കിയാ? ഓ വൃത്തിയാക്കില്ല, സെറ്റപ്പ് ആക്കി. ഇവിടെ അടിക്കാനുണ്ട്. എന്താ ഇതിന്റെ അടിഭാഗം അടിച്ചിട്ടില്ലല്ലോ? അടിച്ചിട്ടില്ല, അതൊക്കെ അടിക്കും. പിന്നെ ഇത് കളർ മാറ്റണം. അത് കളർ മാറ്റണം. അതിന്റെ അഭിപ്രായത്തില് ഓലോനെ കളർ മാറ്റണ്ട. അത് കാണുമ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെയാണ്. ഓക്കെ, അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ഇനി കുറെ പണികളുണ്ട്. ഇതൊക്കെ മുറ്റത്ത് സൈഡ് കെട്ടാനുണ്ട്, ഓരോ പണികളുണ്ട്. പെരുന്നാളാകുമ്പോ തന്നെ ഒരു ഇതൊക്കെ തീർക്കണം. ഓക്കെ, ഓരോ പണികളായിട്ട് പിന്നെ ടൈം വരാം. പിന്നെ കല്യാണ വിശേഷം, കല്യാണ പെണ്ണ് എവിടുന്നാണ്, ചെക്കൻ എവിടുന്നാണ്, പിന്നെ പെണ്ണിന് ഏതാ പെണ്ണ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയണം എന്ന് ആഗ്രഹം ഉണ്ടാവും. എല്ലാം അടുത്തടുത്ത ദിവസങ്ങളിലായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ ഇവിടെ ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. ഇനി കല്യാണ സീരീസ് ഇങ്ങനെ മുന്നോട്ടുണ്ടാവും. അപ്പം ബൈ ബൈ.